ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ വീണ്ടും എനിക്ക് അൺബോക്സിംഗ് ആയിട്ടൊരു സാധനമുണ്ട്. അപ്പോൾ നമുക്ക് എന്താ നോക്കാം. അയ്യോ സോറി, ഞാൻ ഇൻട്രോ പറയാൻ മറന്നുപോയി. സോറി, ആദ്യമല്ല അല്ലെ. ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് ഇവാൻ. അപ്പോൾ ഇതെൻ്റെ ചാനൽ ഇവാൻ പവലൻ. അപ്പോൾ ഞാൻ ഇതിൽ അൺബോക്സിംഗ് വീഡിയോ എനിക്കറിയാമല്ലോ, സോറി പറഞ്ഞ ഫ്രണ്ടൊക്കെ പറഞ്ഞുപോയി. അപ്പോൾ വീണ്ടും എനിക്ക് അൺബോക്സിംഗ് ആയിട്ടൊരു സാധനമുണ്ട്. നമുക്ക് എന്താ നോക്കാം. ഇതും കഴിഞ്ഞാണത്തെ പോലെ കഴിഞ്ഞാണത്തെന്ന് പറഞ്ഞാൽ 2-3 വീഡിയോ മുമ്പ് ഒരു ടീഷർട്ട് അൺബോക്സ് ആയില്ലേ, അതൊരു ടീഷർട്ടാണ്. കഴിഞ്ഞാണത്തെ പോലെ ഇംഗ്ലീഷ് ആക്കി ആൾക്കാരെ വെറുപ്പിക്കേണ്ടെന്ന് വിചാരിച്ചു, മലയാളത്തിൽ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ മലയാളിക്ക് അധികം അറിയാൻ വരില്ല എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത്. അതൊരു ഹിന്ദി യൂട്യൂബറാണ്, അപ്പോൾ ആളുടെ മെർച്ചൻറ്റീസ് ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഇതൊരു ഹിന്ദി സിനിമയുടെ മെർച്ചൻറ്റീസാണ്. പക്ഷേ സിനിമ ആയതുകൊണ്ട് കുറച്ചും കൂടി പേർക്ക് അറിയാമായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചു. ഗലി ബോയ് എന്ന് പറഞ്ഞാൽ രൺവീർ സിംഗിൻ്റെ പുതിയ സിനിമ ഇല്ലേ, രൺവീർ സിംഗ് ആലിയ ഭട്ടിൻ്റെ, അപ്പോൾ അവരുടെ സിനിമയുടെ മെർച്ചൻറ്റീസാണ്. അവ നമുക്ക് നോക്കാം എന്താണ്. കമോൺ. क्योंकि अपना टाइम आएगा, तू नंगा ही तो आया है, क्या घंटा लेकर जाएगा? अपना टाइम आएगा, अपना टाइम आएगा. അപ്പോൾ നമുക്ക് ബാക്ക് ഔട്ടിങ്ങനെ പ്രോസസ്സിലേക്ക് കിടക്കാം. ഇത് അവരുടെ ഞാൻ ഈ bewakoof.com എന്ന് പറഞ്ഞൊരു കമ്പനി, ഒരു വെബ്സൈറ്റിൽ നിന്നാണ് മേടിച്ചത്. അപ്പോൾ അവരുടെ പേരൊക്കെ പ്രിൻ്റ് ചെയ്തൊരു കാർഡ്ബോർഡിൻ്റെ കവർ, ബുക്കിൻ്റെ ചട്ട പോലെ ഇരിക്കുന്നുണ്ട്. അതിൻ്റെ കവറിലാണ് അവർ തന്നേക്കണേ. പിന്നെ ഒരു പ്ലാസ്റ്റിക് കവറിട്ട് ജസ്റ്റ് സിമ്പിൾ പാക്കേജിലാണ് അവർ തന്നേക്കണേ. പാക്കറ്റ് പൊട്ടിയിട്ടുണ്ടെങ്കിൽ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തിട്ടുണ്ട്. പൊട്ടിയിട്ടില്ലായിരുന്നു, എനിക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടി. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കത്രിക എടുക്കാം. ടൂൾസ് എടുത്ത് നമുക്കിങ്ങനെ മുറിക്കാം. അവിടെ കയറുന്നില്ലല്ലോ, കയറി കത്തി കയറി, കത്രിക കയറി. മുറിച്ച് പാക്കറ്റ് പൊട്ടിച്ച് കത്രിക അവിടെ വെച്ചു. ഓ സോറി, മൈക്ക് തള്ളി വന്നു, സോറിയേ. കുഴപ്പമില്ല, അപ്പോൾ കടലാസം കളഞ്ഞാൽ മതി. ഇതെൻ്റെ വിലയും അഡ്രസ്സൊക്കെ എഴുതിയേക്കണം. ഇത് 270 രൂപയായി. 299 പ്രൈസ്. പിന്നെ ഓഫർ ഉണ്ടായിരുന്നു, അപ്പോൾ 270 രൂപയ്ക്ക് കിട്ടി. പിന്നെ ഷിപ്പിംഗ് ചാർജ് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ചേർത്ത് 284 രൂപ എനിക്ക് കയ്യിൽ നിന്ന് കൊടുക്കേണ്ടി വന്നു. അപ്പോൾ എനിക്ക് സാധനം കിട്ടി. കളഞ്ഞേക്കാം. 84 തന്നെ കൊടുത്താൽ മതിയായിരുന്നു, അല്ല കൊടുക്കേണ്ടി വന്നുള്ളൂ. കാരണം മറ്റേ ആളെന്തോ ചില്ലറയൊക്കെ തന്ന്, ആൾ ഇത്രയും രൂപ കൊടുത്താൽ എൻ്റെ 4 രൂപ ചില്ലറ ഉണ്ട് തരാമെന്നൊക്കെ പറഞ്ഞ് കറക്റ്റ് 284 രൂപ മേടിച്ചോളൂ. സാധാരണ ആൾക്കാർ ചിലപ്പോൾ 290 അല്ലെങ്കിൽ അതൊരു റൗണ്ട് ഫിഗർ, ഒരു 80 അങ്ങനെയൊക്കെ. 80 അവർ കുറച്ച് മേടിക്കത്തില്ല, അവർ കൂടുതൽ മേടിക്കത്തുള്ളൂ. അങ്ങനെ ആക്കിയിട്ട് പോയില്ലേ. എനിക്ക് കറക്റ്റ് 84 രൂപ കിട്ടിയായിരുന്നു. നമുക്ക് തുറക്കാം. ഇത് മറ്റേ പോസ്റ്റൊക്കെ പോലെ ഒക്കെ തുറക്കുന്നതാണ്. തുറന്നപ്പോൾ വേറെ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കട്ടെ. അകത്തൊന്നുമില്ല, കാലിയാണ്. ഒരു സ്റ്റിക്കറാ എന്തൊരു സാധനമുണ്ട്, എന്തോ സാധനമുണ്ട്, ഒരു മുതലയുടെ പോലെ ഉണ്ട്. കണ്ടില്ലേ, bewakoof എന്നൊക്കെ ഉണ്ട്. എന്താണാവോ, എന്തായാലും കൊള്ളാം. ആദ്യം കണ്ടപ്പോൾ ക്രിസ്മസ് ട്രീ ആണെന്ന് വിചാരിച്ചത്. പിന്നെ നോക്കിയപ്പോഴേ കണ്ണ് കണ്ടപ്പോഴാണ് മനസ്സിലായി മുതലയാണെന്ന്. പല്ലും കണ്ണൊക്കെ കണ്ടപ്പോൾ അവിടെ സൈഡിൽ വെച്ചേക്കാം. വേറെ ഇതിനകത്തൊന്നും കാണിക്കാനും പറയാനും പ്രത്യേകിച്ചൊന്നുമില്ല, അപ്പോൾ കളഞ്ഞേക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രസ്സ്. ഓ എന്തോ താഴെ പോയി. ഒരു കാർഡ്ബോർഡ് അത് പുറത്ത് വിട്ടിട്ടുണ്ട്. ഇനി ഇവിടെ പോയി കിടക്കുമോ ആവോ. ഇതാണ് നമ്മുടെ ഡ്രസ്സ്. എന്തോ ഇപ്പുറത്തെ സൈഡ് എന്ന് പറഞ്ഞാൽ अपना टाइम आएगा, अपना टाइम आएगा तो नंगा ही तो आया है, क्या गंडा लेकर जाएगा. അപ്പം എങ്ങനെയുണ്ട് നമ്മൾ ഒരു മിനിറ്റ്, എന്താണ് പറയാൻ വന്നത്? ഞാൻ അപ്പം ഞാൻ ഒന്നിട്ട് കാണിക്കാം. കഴിഞ്ഞ പോലെ ഇത്തിരി മറ്റേ എന്താ ട്രാൻസാക്ഷൻ എന്തൊക്കെയാ നമ്മൾ മറ്റേ ടിക്ടോക്കിലൊക്കെ ചെയ്യില്ലേ, എന്തോ ചാലഞ്ചൊക്കെ വന്നില്ലേ, ആ സാധനം. അല്ല, ഞാൻ ടിക്ടോക്കിലൊക്കെ ഉണ്ടിട്ടാ. ഫോളോ ചെയ്യാത്തവരൊന്ന് ഫോളോ ചെയ്തേക്കട്ടെ. ആക്ടർ ഇവാൻ പവലൻ ഫോളോ ചെയ്തേക്കണം. ഞാൻ പൊളി വീഡിയോസ് ചെയ്യാം. എല്ലാ ദിവസവും ഒന്നും ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ല, പക്ഷെ പറ്റുന്ന ദിവസം ചെയ്യും. പൊളി വീഡിയോസാണ്. ഫോളോ ചെയ്യണം, ലൈക്ക് ചെയ്യണം, അത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എന്താ ഒരു വലിയ കാര്യം വിട്ടുപോയി. നമുക്ക് ഡ്രസ്സ് ഇടാം. अपना टाइम आएगा तो नंगा ही तो आया है, क्या गंडा लेकर जाएगा. अब
എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ സാധനം. ഈ പേര് കാണാൻ വേണ്ടിയാണ് ഞാൻ മേടിച്ചത് തന്നെ. ഇതിട്ടുകൊണ്ട് നടക്കുമ്പോൾ തന്നെ ഒരു ലുക്കല്ലേ. എൻ്റെ സമയം വരും, അപ്ന ടൈം ആയേക വരും, ഒരിക്കൽ വരും. അപ്പം എന്താ, അപ്പോൾ ഈ 14-ാം തീയതിയാണ് സിനിമ റിലീസ് ചെയ്യണത്. അപ്പോൾ 14-ാം തീയതി ചിലപ്പോൾ കഴിഞ്ഞ് ഞാൻ അപ്ലോഡ് ചെയ്ത് വരുമ്പോൾ, അതായത് നാളെ. ഞാനിന്നിപ്പോൾ 13-ാം തീയതിയാണ് ഷൂട്ട് ചെയ്യണേ. 14-ാം തീയതിയാണ് സിനിമ റിലീസ് ചെയ്യണത്, ഫെബ്രുവരി 14-ാം തീയതി, വാലന്റൈൻസ് ഡേ അന്ന്. അപ്പോൾ സിനിമ ഇറങ്ങിയിട്ട് ചിലപ്പോൾ ഒരാഴ്ച കഴിയുമ്പോഴായിരിക്കും വീഡിയോ വരാൻ പോണേ. ചിലപ്പോൾ പറ്റിയ നാളെ തന്നെ ഇടും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ സിനിമ പോയി കാണണം. സൂപ്പർ സിനിമ ആവാനാണ് ചാൻസ്. കാരണം സൂപ്പർ സിനിമ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ റാപ്പ് കമ്മ്യൂണിറ്റി, അണ്ടർഗ്രൗണ്ട് റാപ്പ് കമ്മ്യൂണിറ്റിനെ കുറിച്ച് എടുത്തൊരു സിനിമയാണ്. അപ്പോൾ ഡിവൈനും നേസി എന്ന് പറഞ്ഞ 2 റാപ്പേഴ്സ് ഉണ്ട്, ഫേമസ് റാപ്പേഴ്സാണ്. നിങ്ങൾക്ക് അറിയുമായിരിക്കും, അറിയില്ലെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ ഒരു പൊളി റാപ്പാണ് ഉണ്ടാക്കണം. അവരെ കുറിച്ചാണ് മെയിനായിട്ട് സിനിമ. പിന്നെ ആ സിനിമയിൽ ബാക്കി കുറേ റാപ്പേഴ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇന്ത്യൻ റാപ്പ് കമ്മ്യൂണിറ്റിനെ സപ്പോർട്ട് ചെയ്യണം, ആ സിനിമ കാണണം. പിന്നെ അത്രയൊക്കെ തന്നെ ഉള്ളു പറയാൻ. അപ്പോൾ अपना टाइम आएगा तो नंगा ही तो आया है क्या घंटा लेकर जाएगा. അയ്യോ, ഒരു കാര്യം പറയാൻ മറന്നു കേട്ടാ. എന്താണെന്ന് വെച്ചാൽ ചാനൽ ലൈക്ക് ചെയ്യണം. ചാനൽ ലൈക്ക് ചെയ്യണം, സോറി തെറ്റിപ്പോയി. വീഡിയോ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ വീഡിയോ എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ ബാക്കി കിടക്കുന്ന വീഡിയോകളൊക്കെ പോയി കാണുക, അത്രയൊക്കെ ഉള്ളൂ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ സൈഡിലെ ബെല്ലൈക്കണം കൂടി ഞെക്കി കിട്ടാം. അത്രേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ. Ande Samayam Veruda, Ande Samayam Veruda.